ഹലോ ഹലോ ദേവ, നാളെ നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ? എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് എഡ്വിനെ പറ്റി കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. റിയലി? ആടാ, നിനക്ക് നാളെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ? ആടാ, ഞാൻ വരാം. എന്നാ ശരി. ശരി. ഡാ, എന്താടാ, എന്താ അവനെ പറ്റി അറിഞ്ഞത്? പറയാ. ലിസ, നീ പോയി ചായ എടുത്തിട്ട് വാ. ഓക്കെ. ഡാ പറ. ഡാ, എഡ്വിൻ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഇല്ല. വാട്ട്? എഡ്വിന് USA-ലുള്ളത്. USA-ലോ? ആടാ, അവന് USA-ൽ എന്താ ചെയ്യുന്നത്? ഹീസ് എ മാഫിയ. അവിടെ അവൻ അത് തന്നെയാണോ പണി? പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്ത് കാര്യം? ആ 3 ദിവസം കഴിഞ്ഞാൽ മുംബൈക്ക് വരും. ശരിക്കും? യെസ്. ഓ, ഐ ആം റിയലി ഹാപ്പി നൗ. വൈ? അതൊക്കെയുണ്ട്. എന്താ നിങ്ങൾ കാട്ടുന്നത്? ഒന്ന് അടങ്ങടോ. ഞങ്ങൾ ചോദിച്ച കാര്യത്തിന് ഇവരെ മറുപടി തരട്ടേനെ. എന്ത് കാര്യം? ഓ ഡിയർ, നിന്നോട് അലീനോട് ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടി? അത് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അത് തന്നെ. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവുക? അതെ, എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങള്? നന്ദു, തന്നോട് ഞങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. എൻ്റെ പൊന്നാങ്ങളമാരെ, അലീനയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അഞ്ജുവിന്റെ എൻഗേജ്മെന്റ് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാ അവര് നിങ്ങളെ ഇഷ്ടപ്പെടുക? ഓ, ഓക്കെ. അങ്ങനെയാണേല് അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ. നിന്റെയും മാളുവിന്റെയും കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരൊന്നും മനസ്സ് വെച്ചാല്. നിനക്കൊക്കെ എന്നാത്തിന്റെ കേടാടാ? ഇങ്ങനെ ചൂടാവാതടോ. തന്നെ ഞങ്ങൾ വെറുതെ വിട്ടു. ബട്ട് നന്ദു, നിന്നെ ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. തനിക്കൊക്കെ എന്താടോ പ്രശ്നം? നിങ്ങൾക്ക് നല്ല പെൺപിള്ളേരൊന്നും കിട്ടാനിട്ടാണ് ഞങ്ങൾ വെറുതെ ശല്യപ്പെടുത്തുന്നത്. നന്ദു, താനൊന്നും മനസ്സ് വെച്ചാല്. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കരുത്. നീ ഞങ്ങളെ തല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? യെസ്. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ? ഉണ്ട്. എന്തേ, കാണണോ? കാണണം. ഞാൻ കാണിച്ചു തന്നാ മതിയോ? ദേവേട്ടനോ? എന്താടാ നിങ്ങളുടെ എല്ലാം പ്രശ്നം? ദേവ, നീ ഇതിലിടപെടേണ്ട ആവശ്യമില്ല. അതെങ്ങനെ ശരിയാവും? എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് മോശമായി സംസാരിക്കുമ്പോൾ ഞാൻ വെറുതെ നോക്കി നിൽക്കണോ? നിന്റെ പെണ്ണോ? എൻ്റെ പെണ്ണാവാൻ പാടൂലേ?